മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സമരം ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള കാരണം ചിറയൻകീഴ് പഞ്ചായത്തിന്റെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെയാണ്. പെരുമാതുറയ്ക്ക് 3 വാർഡുള്ള വാർഡിനെ വെട്ടിക്കുറച്ച് ഏതാണ്ട് 4565 ജനസംഖ്യയുണ്ട്, വോട്ടർമാർ മാത്രം പെരുമാതുറയില്. അതിനെ വെട്ടിക്കുറച്ചിട്ട് 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂത്തറയും താഴമ്പള്ളിയും പെരുമാതുറയോട് ചേർത്ത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മുടെ സംഘടനയുടെ സമരം ആദ്യപരമായി നടന്നു. നമ്മുടെ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് നമ്മുടെ സാറിനോട് സംസാരിച്ചു കാര്യങ്ങൾ. അവർ ഒരു നീക്കുപോക്കിന് തയ്യാറല്ലാത്ത ഒരു സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സെക്രട്ടറിയുടെ രാഷ്ട്രീയമായ നിലപാടാണ് ഈ ഇങ്ങനെ ഒരു സമരത്തിന് നമ്മുടെ പഞ്ചായത്തിന്റെ മുമ്പിൽ CITക്കാരെ എത്തിച്ചത്. അതിന് എതിരായിട്ടാണ് നമ്മൾ ഈ കരട് മാപ്പ് പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായ ആവശ്യം. പെരുമാതുറയുടെ 3 വാർഡിനെ നിലനിർത്തിയേ പറ്റൂ. എവിടെയും ഇല്ലാത്ത ശാർക്കരയും AP തോപ്പിലും കൊണ്ടുവന്നിട്ട് ഒരേ വാർഡ് കൊടുത്തിട്ട് പെരുമാതുറ വെട്ടി കുറച്ച് എന്താണ് ഇവർ കാണിക്കുന്നത്? ഇവർ കാണിക്കുന്ന നെറികളിലോട് നമുക്ക് ഒരു വിധത്തിൽ യോജിക്കാൻ പറ്റില്ല. അതിനെതിരായിട്ട് CIT ശക്തമായ പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മൾ പഠിച്ചിട്ടുള്ള ഭരണവും സമരവും നമുക്കൊന്നാണ്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഭരണവും സമരമായിട്ട് തന്നെ നമ്മൾ പോകും. അതിനെതിരായിട്ടുള്ള സമരമാണ്. ഈ സമരത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സഖാവ് AR രഞ്ജീവന ചിറയൻകീഴ് പഞ്ചായത്തിന്റെ CITന്റെ ജോയിന്റ് സെക്രട്ടറി ആദ്യം ക്ഷണിച്ചുകൊണ്ട് വാർഡുകളെ നിലനിർത്തണം. ഇത് അശാസ്ത്രീയ വാർഡ് വിഭജനമാണ് ഇപ്പോഴും അവിടെ നടന്നിരിക്കുന്നത്. 2011 ലിസ്റ്റ് അനുസരിച്ചാണ് വാർഡ് വിഭജനം വന്നിരിക്കുന്നത്. അതിനുശേഷം അനേകം വോട്ടുകൾ, 100 കണക്കിന് വോട്ട് ഇവിടെ അധികം വന്നിട്ടുണ്ട്. അതൊന്നും ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. അത് അശാസ്ത്രീയമാണ്. അത് നമ്പർ ഉള്ള വീടുകളിലെ വോട്ടേഴ്സിനെ മാത്രമേ ഇവർ ഇതിൽ ഉൾപ്പെടുത്തൂ എന്ന് പറയുന്നു. ഈ നമ്പർ താൽക്കാലിക നമ്പരെങ്കിലും ഉള്ള എല്ലാ വീടുകളും താൽക്കാലിക നമ്പരെങ്കിലും ഉണ്ട്. അതില്ലാത്ത ഒരു വീടും പെരുമാതുറയെ സംബന്ധിച്ച് ഇന്ന് കാണാൻ പറ്റില്ല. അഥവാ നമ്പർ ഇല്ല എങ്കിലും അത് പഞ്ചായത്തിന്റെ അപാകതയാണ്. ഇതിനെതിരെ CITU, ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ പെരുമാതുറ യൂണിറ്റ് സംഘടിപ്പിച്ച ചിറയൻകീഴ് പഞ്ചായത്ത് മാർച്ചും ധർണയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സഹകളെ, നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ ഈ സമരത്തിലേക്ക് വലിച്ചഴിച്ചത് അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ്. പെരുമാതുറ 3 വാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ പെരുമാതുറ 3 വാർഡിനെ 2ആക്കി ചുരുക്കുകയും താഴമ്പള്ളി മുതൽ കൂത്തറ വരെ പെരുമാതുറയിൽ ചേർത്തു കൊണ്ട് ഇത്രയും 5 കിലോമീറ്റർ നീളം വരുന്ന ഈ പ്രദേശത്തെ 2 വാർഡുകളാക്കി ചുരുക്കി. അപ്പോൾ ആ ഭാഗത്തുള്ള ജനങ്ങളും ശക്തമായ പ്രതിഷേധത്തിലാണ്. താഴമ്പള്ളി മുതൽ പൂത്തറ വരെയുള്ള ജനങ്ങളും ശക്തമായ പ്രതിഷേധത്തിലാണ്. അവരുടെ സമരം വരാൻ പോണതേ ഉള്ളൂ. നമ്മളിപ്പോൾ പെരുമാതുറക്കാർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അവരുടെ സമരം പിറകെ ഉണ്ട്. 2011 ജനസംഖ്യ അനുസരിച്ചാണ് ഡീലിമിറ്റേഷൻ വാർഡ് വിഭജനം നടത്തിയതെന്ന് പറയുന്നു. അപ്പോൾ ബാക്കി 2024 വരെ ഉള്ള ഒരു കാര്യവും കണക്കിലെടുക്കുകയില്ലേ? ഇത് ഏത് മണ്ടൻ്റെ ബുദ്ധിയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് IAS-കാരനായാലും ശരി, ആരായാലും KAS-കാരനായാലും ശരി, അവന് ഒരു ചുരുങ്ങിയ ഒരു മന്ദബുദ്ധിയുടെ ബുദ്ധിയില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പ്രത്യേകിച്ച് തീരപ്രദേശം, മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തെ എല്ലാവിധ വികസനങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കി ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം പിടിച്ച് ക്ഷണിച്ചു വരുത്താൻ വേണ്ടി ശാർക്കരയിലെ വാർഡ് 2ആക്കി. ഈ 2 വാർഡും BJPക്ക് കൊടുക്കാനാണ് ആ സംഖ്യയായ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത്.
പഞ്ചായത്തിന്റെ നിലവിലെ പുറത്തിറങ്ങിയ കരട് രേഖയിൽ തീരദേശ പ്രദേശമായ 4 വാർഡിനെ തികച്ചും അവഗണിച്ചിട്ടുള്ള ഒരു കരട് രേഖയാണ് പുറത്തിറങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന CITU പ്രതിഷേധത്തിൽ ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ പൂർണ്ണ സപ്പോർട്ടത്തിനുണ്ടായിരിക്കും. കാരണം പെരുമാതുറ നിവാസികളെ ആനുകൂല്യത്തിലായിരുന്നാലും ഏതൊരു രീതിയിലായിരുന്നാലും തികച്ചും അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു വാർഡ് കരട് രേഖയാണ് പഞ്ചായത്ത് സെക്രട്ടറി പുറത്തിറപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ എൻ്റെ പ്രതിഷേധം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് എല്ലാവിധ പിന്തുണയും ആശംസകളും നേരുന്നു. ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉദ്ഘാടകരും മറ്റ് ആശംസ അറിയിച്ചിട്ടുള്ള സഹായമെല്ലാം അറിയിച്ചിട്ട് നമ്മളവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം കൂടെ പഞ്ചായത്തിന് ബോധ്യപ്പെടുത്താനുണ്ട്. 2011 നടത്തിയിട്ടുള്ള സെൻസസ് പ്രകാരമുള്ള വീടുകളുടെ എണ്ണം കണക്കാക്കിയാണ് നിങ്ങൾ ഈ ബില്ല് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന 2013 ഈ 13 വർഷ കാലയളവിൽ വന്നിട്ടുള്ള ജനങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ 2011 വരെയുള്ള കാലയളവിലുള്ള ജനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 2024 എത്തി നിൽക്കുമ്പോൾ 2013 വർഷത്തിനിടയ്ക്ക് വന്നിട്ടുള്ള ജനങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനം 2011 സെൻസസ് അനുസരിച്ചുള്ള തീരുമാനപ്രകാരം പഞ്ചായത്തിന് കരമടയ്ക്കുന്ന ജനങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. ഈ പഞ്ചായത്തിന് കരമടയ്ക്കാത്ത UA നമ്പർ എന്നുള്ള 100 കണക്കിന് വീടുകൾ നമ്മുടെ പെരുമാറ വാർഡിനകത്തുണ്ട്. ഈ പഞ്ചായത്തിന് കടമടയ്ക്കുന്ന നമ്പർ കൂടാതെ UA നമ്പറുള്ള വീടുകൾ കൂടാതെ അതിനുശേഷം പെരുമാതുറ തീരം കുറെ വന്നതിന് ശേഷം തീരത്ത് 100 കണക്കിന് വീടുകൾ ഈ കടമടയ്ക്കുന്നതിനും കാട്ടി 100 കണക്കിന് വീടുകൾ പെരുമാതുറ ഒറ്റപ്പന മുതൽ പുഴിക്കര വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കണക്കും പ്രകാരമുള്ള ഈ 2011 വരെയുള്ള ജനങ്ങൾ നികുതി അടക്കുന്ന ജനങ്ങളെ മാത്രം പഞ്ചായത്തിന് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്നലെ വന്ന ഈ സെക്രട്ടറിക്ക് പെരുമാതുറയുടെ ഭൂമിഘടനയായിട്ട് എന്തറിയാം? ഈ സെക്രട്ടറിക്ക് ഒരു ചുക്കും അറിയില്ല. ഈ സെക്രട്ടറിക്ക് അവർ ഈ ഉദ്ഘാടകരുടെ പ്രസംഗം പറഞ്ഞതുപോലെ RSSകാരാണ് ഉണ്ടായിക്കൊടുത്ത ഒരു മാപ്പുമായിട്ട് വന്ന് പെരുമാതുറയെ തകർക്കാൻ നോക്കിയാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ CIT സാധിക്കില്ല. ഈ അവസരത്തിൽ ആ സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ തീരുമാനം പിൻവലിക്കണം. പിൻവലിച്ച് ഈ ജനങ്ങളെ നാട്ടിൽ 100% മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ജനങ്ങളെ അവകാശങ്ങളുടെ മേലിൽ കടക്കിൽ കത്തിവെക്കുന്ന ഈ നിയമത്തിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിച്ചുകൊണ്ട് പെരുമാറുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഈ സമരം നമ്മൾ ഒന്നും അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഒരു അധികാരവും ഒരു അവകാശവും പിടിച്ചു വാങ്ങാനല്ല. നമുക്ക് നിലവിലുണ്ടായിരുന്ന 3 വാർഡുകൾ 4 വാർഡാക്കി മാറ്റാനായിട്ട് വേണ്ടുന്ന ജനസംഖ്യയും ആ ഒരു അവസ്ഥയും ഉള്ളപ്പോൾ അത് 2 വാർഡാക്കി ചുരുക്കിയതിനോട് ആ 2 വാർഡാക്കി ചുരുക്കിയപ്പോൾ വേറൊരു പ്രദേശത്ത് പാലത്തിന്റെ അപ്പുറത്തുണ്ടായിരുന്ന താഴമ്പള്ളി പൂത്തുറ ഭാഗവും കൂടെ ഉൾപ്പെടുത്തിയിട്ട് 2 വാർഡാക്കി 4 വാർഡ് 2 വാർഡാക്കി മാറ്റുന്ന ഒരു നിലപാട് അത് ഒരിക്കലും ശരിയായ രീതിയല്ല. ഈ നമ്മള് നിയമം ഒരു നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ്? അവിടുത്തെ ഭരണ സംവിധാനവും ചെയ്യേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങളും ലഘൂകരിക്കാനാണ്. ഇപ്പോൾ ആ ഒരു അത് ഉപയോഗിച്ച് വിഷയങ്ങളെ വളരെ സങ്കീർണമാക്കുന്ന ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങളെ കൊണ്ടുപോയിക്കുന്നത്. ജനസംഖ്യാനുപാതം എടുക്കുമ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ 2 വാർഡാക്കി മാറ്റാൻ പറ്റും? എന്തുകൊണ്ട് ഇവർ ഈ ജനസംഖ്യയിൽ പ്രവാസികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പ്രവാസികളുടെ ബാക്കിയുള്ള സാമ്പത്തിക സ്രോതസ്സെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഒരു വാർഡ് വിഭജനത്തിന്റെ വിഷയം വന്നപ്പോൾ അത് തീർത്തും ഒഴിവാക്കി എല്ലാവരെയും തീരദേശത്തുള്ള തൊഴിലാളികളെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് തീരദേശ പ്രദേശം. ബാക്കിയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുന്ന ഈ വാർഡ് വിഭജനത്തിന്റെ വിഷയത്തിൽ പരിശോധിക്കുമ്പോൾ അതിൽ വളരെ മർമ്മപ്രധാനമായിട്ട് പരിശോധിക്കേണ്ട ഒരു ഭാഗമാണ് തീരദേശം. കാരണം തൊഴിലാളികളാണ് നമ്മുടെ പ്രസ്ഥാനം എന്നും തൊഴിലാളികൾക്ക് വേണ്ടി നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഈ സമരം നമ്മുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ട് അതിന് വളരെ കൃത്യമായ ന്യായമായ രീതിയിൽ ആ 3 വാർഡ് എന്നുള്ളത് തിരിച്ച് കിട്ടുന്നതുവരെ ഒരു ഒത്തുതീർപ്പും ഇല്ലാത്ത രീതിയിൽ
ഈ സമരമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഉറപ്പായിട്ടും ഈ സമരം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മത്സ്യബന്ധന തൊഴിലാളി യൂണിയന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു. ശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് ഇവിടുത്തെ സെക്രട്ടറി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വീട്ടു നമ്പർ ഇല്ലാത്ത എല്ലാ വീട്ടിൽ നിന്നും ഇവര് ഹരിത കർമ്മസേനയുടെ പൈസ പിരിക്കുന്നുണ്ട്. കറക്റ്റ് മാസം ഭീഷണിപ്പെടുത്തി പൈസ പിരിക്കുന്നുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവ ഈ വോട്ട് ലിസ്റ്റില് 4500 പേരും 4620 വോട്ട് അംഗങ്ങളുണ്ട്. ഇവർ എവിടെ ജീവിക്കുന്നതെന്ന് ഇവർ തിരക്കിയിട്ടില്ല. ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഇത്രയും തിങ്ങി പാർക്കുന്നത് എങ്ങനെയാണെന്ന് ഇവർ തിരക്കിയിട്ടില്ല. ഇത്രയും വീട് അപ്പൊ ഇവർ പറയുന്ന കണക്കെന്ന് പറഞ്ഞാൽ വീട് കുറവെന്നാണ്. ഇവർ ഇത്രയും ജനസംഖ്യ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്ന് ഈ പഞ്ചായത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ തിരക്കിയിട്ടുണ്ടോ? വൻ അനാസ്ഥയാണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ CITU തുടർന്നും വൻ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതാണ്. ഇത് ഉടനെ തിരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും CITUവിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.